എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആമേൻ തിരുമേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദീർഘമായി കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കാൻ ഇന്ന് പകൽ സമയമെടുക്കാതെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ദൈവസഭയെ ഓർമ്മിപ്പിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നാം കരം നീട്ടുകയാണ്. കർത്താവിൻ്റെ തിരുമേശ ശുശ്രൂഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓർഡൈൻ ചെയ്ത് തൻ്റെ തിരുസഭയ്ക്ക് നൽകിയ ഒരു ആത്മീയ ശുശ്രൂഷയാണ്. നിങ്ങൾ ഭൂമിയിൽ കർത്താവിൻ്റെ വരവോളം ചെയ്യണമെന്ന് നിർബന്ധപൂർവം യേശു കർത്താവ് കൽപ്പിച്ചു നൽകിയ ഒരു ശുശ്രൂഷയുമാണ്. ഈ ആരാധനയിൽ ആർക്കും പങ്കെടുക്കാം, പ്രാർത്ഥനകളിൽ ആർക്കും കടന്നു വരാം, ഏത് പാട്ടും ആർക്കും പാടാം, ഇവിടെ കർത്താവിൽ ആർക്കും സന്തോഷിക്കാം. എന്നാൽ ഈ തിരുമേശയുടെ ശുശ്രൂഷ കാര്യം വരുമ്പോൾ ഇതിൽ ആർക്കും പങ്കെടുക്കാൻ കഴിയുകയില്ല, ഇതിൽ ആർക്കും കരം നീട്ടാൻ എല്ലാവർക്കും കഴിയുകയില്ല. എന്ത് ചെയ്യണം? സിമ്പിൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച്, നേരത്തെ ചെർമിയ ബ്രദർ തന്റെ ജീവിതാനുഭവം പറഞ്ഞ പോലെ, ജീവിതം സൂയിസൈഡ് ചെയ്യണം, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാലത്ത് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ ഒരു ദാസനായി കർത്താവിനെ സേവിക്കുന്നു. അങ്ങനെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് മറ്റെല്ലാത്തിനോടും കഴിഞ്ഞ കാലങ്ങളിൽ ഏതിനെയൊക്കെ ഫോളോ ചെയ്തു വന്നോ, ഏതിനോടൊക്കെ പ്രാർത്ഥിച്ചും ആരാധിച്ചും വന്നോ, അതിനോടെല്ലാത്തിനോടും വിട ചൊല്ലി യേശുവിനെ മാത്രം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ യേശു കർത്താവ് കൽപ്പിച്ച് ആക്കുകയും മാതൃകയായി നമുക്ക് കാണിച്ചു തരികയും ചെയ്ത വിശുദ്ധമായ ശുശ്രൂഷയാകുന്ന സ്നാനം ഏറ്റ് ദൈവസഭയോട് ചേർന്ന് അപ്പോസ്തോലിക ഉപദേശങ്ങൾ കൈക്കൊണ്ട് ദൈവത്തിനും ശുശ്രൂഷകർക്കും കീഴ്പ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ഇനി മടങ്ങി വരുമെന്നും ആ കർത്താവിന്റെ വരവിങ്കൽ ഞാനും ഒരുക്കത്തോടെ ആയിരിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കണമെന്നും തീരുമാനിച്ച് കർത്താവിനെ ഭയഭക്തിയോടെ സേവിക്കുന്നവർക്കുള്ളതാണ് കർത്താവിന്റെ തിരുമേശ. ഇത് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. രക്ഷിക്കപ്പെട്ടതാണ്. തിരുമേശയെന്ന് കൈ നീട്ടാമോ? നീട്ടാൻ പറ്റുകയല്ല, കൊടുക്കുന്ന പല സ്ഥലങ്ങൾ കാണുമായിരിക്കാം. സ്നാനപ്പെട്ടതാണ്, കൈ നീട്ടാമോ? ഒക്കുകയല്ല, അങ്ങനെയുള്ളിടങ്ങൾ കാണുമായിരിക്കാം. പിന്നെ എന്തോ ചെയ്യണം? ജീവിതത്തിൽ കർത്താവിന് നിരക്കാത്തതൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ, ഒന്ന് ചേർന്ന് പറയാമോ? കുറ്റമറ്റ മനസാക്ഷി. മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിൽ, നിന്നിൽ ഇന്ന തെറ്റുണ്ട്, നീ ഇന്നയാളോട് ക്ഷമിച്ചിട്ടില്ല, നിന്നിൽ ഇന്ന കയ്പ് വെച്ചോണ്ടിരിക്കുന്നു, നിന്നിൽ ഈർഷ്യയും പിണക്കവുമുണ്ട്, ഇങ്ങനെയൊക്കെ ദൈവത്തിന് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ആ കുറ്റബോധത്തോടെ കർത്താവിന്റെ മേശയിലേക്ക് അടുക്കാൻ കഴിയുകയില്ല. അതിന് പിന്നെ എന്താ ചെയ്യണം? അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും കർത്താവിന്റെ മേശയിൽ നിന്ന് കരം നീട്ടാൻ പറ്റുകയില്ല. അതിന് ദൈവവചനം പറയുന്നു, നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും. ഇന്ന് പകൽ സഭ കേൾക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും കേൾക്കെ, ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ കേൾക്കെ, ഒരു കാര്യം ഞാൻ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചവർ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സ്ഥലത്ത് താമസിക്കുന്നവരാകട്ടെ, നിങ്ങൾക്ക് കൊല്ലം CRAG ചർച്ചിന്റെ കോമ്പൗണ്ടിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏത് ദിവസവും നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ഈ ചർച്ചിന്റെ ഭാഗമാകണമെന്നില്ല. ഈ സഭയിൽ ആരാധനയിൽ കൂടിയിട്ടില്ലാത്ത എത്രയോ ആൾക്കാരെ ഈ സ്ഥലത്ത് ഞാനും മറ്റു ചില ദൈവദാസന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് കർത്താവിന്റെ നിർബന്ധപൂർവമുള്ള ഒരു കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വേള സ്നാനപ്പെട്ടിട്ടില്ലാത്തവരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, എപ്പോഴും കർത്താവും കർത്താവിന്റെ സഭയും
സ്നാനം അറേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. സ്നാനപ്പെടാത്തവർ എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ട് CRAGയോട് ചേരണമെന്നല്ല, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരണം. ഇല്ലെങ്കിൽ പ്രിയ ബ്രദറെ, ദൈവവചനം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ നിൽക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കൈവിട്ട് പോകപ്പെടും. അങ്ങനെ അവസരം ഉണ്ടാകരുത്. എത്രയും പെട്ടെന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് കർത്താവിനോട് ചേരുക. നമുക്ക് ദൈവഭാഗ്യ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഒരിക്കൽ കൂടെ ഒന്ന് ശോധന ചെയ്യാം. വർഷിപ്പ് ടീം കർത്താവിനെ ശുശ്രൂഷിക്കാനായി തയ്യാറാകുക. കർത്താവിന്റെ ശുശ്രൂഷയിൽ, തിരുമേശ ശുശ്രൂഷയിൽ, കർത്താവിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ, പ്രിയ നിതിൻ ബ്രദർ, സാമുൽ സാറ്, ആമേൻ, ഉദയൻ ബ്രദർ, ജോസഫ് അപ്പച്ചൻ, ദൈവദാസന്മാർ ദയവായി കടന്നു വരിക. കർത്താവിന്റെ ദാസന്മാരും ജർമ്മിയ ബ്രദർ ഉള്ളതുകൊണ്ട് അന്ന് അപ്പച്ചൻ ഇന്ന് റെസ്റ്റ് ചെയ്തോളും. അപ്പച്ചന് മുട്ടിനൊക്കെ പ്രയാസമുള്ള ആളാണ്. അപ്പച്ചൻ നമ്മുടെ ശുശ്രൂഷകനാണ്. കർത്തൃമേശ ശുശ്രൂഷയിൽ കർത്താവിന്റെ ദാസൻ ജർമ്മിയ ബ്രദർ ഉള്ളതുകൊണ്ട് അപ്പച്ചൻ ഇന്ന് റെസ്റ്റ് ചെയ്യും. ദൈവം നമുക്ക് തന്ന എല്ലാ ദൈവിക ശുശ്രൂഷകർക്കായും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മുമ്പ് കണ്ണുകളെ അടയ്ക്കാം. ദൈവഭാഗം നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ വിനയപ്പെടുത്താം. ഭൂമിയിൽ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടിയ ഒരു ശുശ്രൂഷയാണ്. ഏറ്റവും ഭയഭക്തി ആദരവുകളോടെ നാം അടുത്ത് ചെല്ലേണ്ട ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ. ആകയാൽ നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് ദൈവഭാഗ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി, അപ്പാ, ഞാൻ ഈ ഭൂമിയിൽ അങ്ങയുടെ വചനം പറയുന്നത് പോലെ കഴിവതും ജീവിക്കാൻ യേശുവെ ഉത്സാഹിക്കുന്ന കർത്താവേ, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല എന്നെനിക്ക് പറയാൻ കഴിയുകയില്ല. കർത്താവേ, അങ്ങയുടെ തിരുമേശയിലേക്ക് കരം നീട്ടണം. അങ്ങയുടെ ശരീരത്തെയും അങ്ങയുടെ രക്തത്തെയും ഓർക്കുന്ന, അങ്ങയുടെ പുനരുത്ഥാനത്തെയും അങ്ങയുടെ മടങ്ങിവരവിനെയും ധ്യാനിക്കുന്ന ഈ അങ്ങയുടെ തിരുമേശയിലേക്ക് അടുത്ത് വരുമ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ദൈവസഭ ഒരുമിച്ച് ദൈവഭാഗം പ്രാർത്ഥിക്കട്ടെ. അടുത്ത ഒരു മിനിറ്റ് എടുത്ത് ദയവായി നിങ്ങളെ തന്നെ ശോധന ചെയ്ത് അപ്പൻ്റെ കാൽക്കലേക്ക് വീണ്, കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എൻ്റെ കുറവുകളെ ക്ഷമിച്ച് കർത്താവേ എന്നെ ശുദ്ധിയുള്ളവനാക്കി അങ്ങയുടെ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? കർത്താവിന്റെ തിരുമേശയിലേക്ക് കരം നീട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരു മിനിറ്റ് സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ അപ്പത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രിയപിതാവേ, അങ്ങയുടെ ഓമനകുമാരനായ കർത്താവായ യേശുവിനെ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളെ ഓർത്തുള്ള ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ
കർത്താവേ, ഞങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തിയ പോലെ അങ്ങയുടെ സ്നേഹത്തിന്റെ നീളം, ആഴം, വീതി, ഉയരം അത് വർണ്ണിക്കാൻ അടിയങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങ് തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്ത അങ്ങയുടെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുപ്പ, അങ്ങയുടെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ അപ്പത്തെ അങ്ങയുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ്. അങ്ങയുടെ വിശുദ്ധ കരത്താൽ ഇതിനെ അനുഗ്രഹിച്ചു തരണമേ. ഈ കൂട്ടായ്മ, ഈ ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. പാനപാത്രത്തിനായി സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവേ, ഗദസമനത്തോട്ടം മുതൽ കാൽവരിയുടെ കുലക്കളം വരെയും 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഞങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്കായി ഞങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകേണ്ടതിനായി, പുത്രത്വം എന്ന മഹാപദവി ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിനായി അങ്ങ് ചൊരിഞ്ഞ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം. അങ്ങയുടെ രക്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ പാനപാത്രത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി അങ്ങയോട് ഇത് അനുഗ്രഹിച്ച എളിയവർക്ക് തരുവാൻ അവിടുത്തെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ പാനപാത്രത്തെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു തരുന്നതിനായി സ്തോത്രം. അങ്ങ് അനുഗ്രഹിച്ച അപ്പവേങ്ങഞ്ഞുകളെ ഞങ്ങൾ വിശ്വാസത്താൽ അങ്ങയുടെ കയ്യിൽ നിന്ന് തിരികെ പ്രാപിക്കുന്നു. അതേ യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ജനം ഒന്നിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട നമ്മുടെ അരിമരക്ഷകനും കർത്താവുമായ യേശു കർത്താവിന്റെ തിരുശരീരത്തെ ഓർത്ത് വാങ്ങി ഭക്ഷിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്ര കരങ്ങളിലേന്തി ഇപ്രകാരം അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ നമ്മുടെ അരിമരക്ഷകനായ പ്രിയ കർത്താവിന്റെ ആ തിരു രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് വാങ്ങി പാനം ചെയ്യുവീൻ. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയല്ലയോ? അങ്ങനെ പലരാകുന്ന നാം ക്രിസ്തുവേശുവിൽ ഒരു ശരീരം ആകുന്നുവല്ലോ.
കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിനെ മഹിമപ്പെടുത്താം. യേശുവേ, ഞങ്ങളെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏതുമില്ലായിരുന്നു കർത്താവേ. അവിടെ ഞങ്ങളെ ഓർത്തതിനായി, അവിടെ ഞങ്ങൾക്കായി തകർക്കപ്പെട്ടതിനായി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ, അങ്ങ് വീണ്ടും മടങ്ങി വരുന്നതിനാൽ കർത്താവായ യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എന്നെ ഓർക്കുക, ഗ്രഹമെന്തുള്ളൂ. എല്ലാ ദൈവമക്കൾക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയരെ, ഈ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹമാക്കി തീർത്തതിനായി കർത്താവിനത് കരമുയർത്തി സ്തോത്രം ചെയ്ത് സ്തോത്രം, 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 സ്തോത്രം. ദൈവ തിരുസന്നിധാനത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷമായി മേശമേൽ അപ്പ വീഞ്ഞുകൾ ശേഷിക്കുന്നു. ഇത് നമ്മോട് വാക്കും ഭാഷണമില്ലാതെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കേണ്ട ലക്ഷക്കണക്കിന് ആൾക്കാര് നമ്മുടെ ഈ പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ പാനപാത്രമല്ല അവർ കുടിക്കുന്നത്, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ അവർ പങ്കാളികളാകേണ്ടത് കർത്താവിൻ്റെ ആഗ്രഹമാണ്, നമ്മുടെയും പ്രാർത്ഥനയാണ്. ആകയാൽ ആ ജനത്തെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന വലിയ ഉത്തരവാദിത്വം ദൈവസഭയ്ക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരെ സന്ധിച്ച് കർത്താവായ യേശുവിന്റെ സുവിശേഷം അവരിൽ എത്തിക്കുവാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വരെയും ദൈവം നമുക്ക് കൃപ തന്നു. ഇനിയും കർത്താവ് അധികമായി നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈ നിമിഷം വരെയും മടങ്ങി വന്നിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വിശുദ്ധിയോടെ, വേർപാടോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും, വിശുദ്ധി, വേർപാട്, ദൈവകൃപ, വചനം എല്ലാറ്റെയും മുറുകെ പിടിച്ച് മുന്നേറുവാൻ സഭയായി ദൈവം നമുക്ക് കൃപ തരികയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നയാളുടെ എല്ലാവരെയും വിശുദ്ധ ചുമ്മനത്താൽ വന്ദനം ചെയ്യാൻ നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട്. വളരെ അടുത്ത് നിൽക്കുന്ന 2-3 പ്രിയമുള്ളവർക്ക് ഒന്ന് കയ്യൊക്കെ ഷേക്കാൻഡൊക്കെ കൊടുത്ത് നമ്മുടെ കർത്താവ് വരുന്നു മാറാനാഥ എന്ന് പറഞ്ഞ് അവരെ വിശുദ്ധ ചുമ്മനത്താൽ വന്ദനം ചെയ്യാം. അതോടൊപ്പം തന്നെ ആ സന്ദർഭത്തിൽ തന്നെ വേർഷിപ്പ് ടീം കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഓഫറിംഗ് അർപ്പിച്ചതിന് ശേഷം ആ പ്രത്യാശ ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വ്യാകുലയായവളെ
വാക്കായാണിവിടെ കുതൂഹലമൊരു നാളിൽ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, വിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, വിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. മംഗളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാവേ, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാവേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാവേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ല, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, 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 ഒരു വാക്കുമതി. ഓടി വരൂ
ഒരു Hallelujah. Hallelujah.